ഇത് ചരിത്രമുറങ്ങുന്ന ഇരിട്ടി പാലം. 1933 ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച ഈ പാലം രൂപഭംഗി കൊണ്ടും ആകാരമിഴിവുകൊണ്ടും ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. ഈ പാലത്തിന്റെ ഭംഗി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതിന് തൊട്ടടുത്തായി ഒരു സമാന്തര പാലവും ഇപ്പോൾ ഉയർന്നു വരികയാണ്. കുടക് മലനിരകളിൽ നിന്ന് വിലപിടിപ്പുള്ള കൂറ്റൻ മരങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും കടത്താനുള്ള മാർഗമെന്ന നിലയിലാണ് ബ്രിട്ടീഷുകാർ ഈ പാലം പണികഴിപ്പിച്ചത്. രണ്ടു കുന്നുകൾക്കിടയിൽ ഇരിട്ടി പുഴയ്ക്ക് കുറുകെ 10 മീറ്റർ ഉയരത്തിൽ 144 മീറ്റർ നീളത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ മലബാർ ആധിപത്യത്തിന്റെയും ചൂഷണത്തിന്റെയും കഥകളാണ് ഇരിട്ടി പാലത്തിന് പറയാനുള്ളത്. പാലത്തിന്റെ മേൽക്കൂരയിലാണ് ബലം നിയന്ത്രിച്ചിരിക്കുന്നതെന്ന പ്രത്യേകതയും ഈ പാലത്തിനുണ്ട്. കൃത്യമായ കാലയളവിൽ നടത്തേണ്ടിയിരുന്ന അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമൂലം പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ പാലത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഏറെ വെല്ലുവിളികളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പട്ടണമായ ഇരിട്ടിയുടെ വളർച്ച തന്നെയാണ് വെല്ലുവിളികളിൽ പ്രധാനം. പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാലത്തിൽ ഒരേ സമയം ബസ്, ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയില്ല. അതിനാൽ തന്നെ ഗതാഗത നിയന്ത്രണവും അത്യന്താപേക്ഷിതവും വെല്ലുവിളികളും നിറഞ്ഞതാണ്. സർ, ഇവിടെ ഗതാഗത നിയന്ത്രണം എത്രത്തിലൊക്കെയാണ് പോകുന്നത്? പുതിയ പാലം വരുവാണ്, അപ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷകൾ? പുതിയ പാലം വരികയാണെങ്കിൽ ഒരേ ടൈമിൽ 2 ബസ്സുകൾ ഒന്നിച്ച് പോകാനുള്ള സംവിധാനം ഉണ്ടാവും. ഇപ്പോൾ നേരെ മറിച്ചാണ് ഉള്ളത്. ഒരേ ടൈമിൽ ഒരു വാഹനം മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 2 സൈഡിലും നോക്കേണ്ട ഒരു സ്ഥിതിയിലാണ്. ഡ്യൂട്ടി 24 ഹവറും ഡ്യൂട്ടി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പുതിയ പാലം വരുവാണെങ്കിൽ നമുക്ക് 1 വേ ആയിട്ട്, അതായത് ബസ്സും 2 ബസ്സും ഒന്നിച്ച് പോകാൻ കഴിയും. ഒരേ സമയം 2 വാഹനം കയറിപ്പോയി കഴിഞ്ഞാൽ മണിക്കൂറോളം ഇവിടെ ബ്ലോക്കായിട്ട് ഭയങ്കര പല തരത്തിലും ആംബുലൻസിലും പല രോഗികളും പോകുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് ഞങ്ങൾ 24 മണിക്കൂറും അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പോലെ കാവൽ നിന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിൽ കണ്ടെയ്നർ പോലുള്ള വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നതും തിരക്കേറുമ്പോൾ ഇരിട്ടി ടൗൺ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങുന്നതും നിത്യകാഴ്ചകളാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ പാലത്തിന്റെ ആവശ്യകത. ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് പുതിയ പാലമെന്ന സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. പുതിയ പാലം വരുവാണ്, അപ്പോൾ എത്തരത്തിലാണ് പ്രതീക്ഷകൾ? നമുക്ക് ശരിക്കും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ബ്ലോക്ക് ഒരുപാട് ഒഴിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ 1 വേ ആക്കാൻ പറ്റുമെങ്കിൽ അതും ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഒരു ഭാഗത്തെ കൂടെ ഉളിക്കൽ, അതുപോലെ തന്നെ തളിപ്പറമ്പിലേക്കും, അതുപോലെ തന്നെ ഈ പുതിയ പാലം വരുന്നത് ബാംഗ്ലൂർ, മൈസൂർ ആ ഭാഗത്തേക്കും നമ്മളെ മലയോരങ്ങളിലേക്കും പോവുകയാണെങ്കിൽ വാഹന ഗതാഗതം ഒരുപാട് ബ്ലോക്ക് കുറഞ്ഞു കിട്ടും. പാലം പ്രവൃത്തി തുടങ്ങിയതു മുതൽ വെല്ലുവിളികളും തടസ്സങ്ങളും മൂലം പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. പ്രളയ സമയത്ത് പൈലിംഗ് ഒലിച്ചുപോയതും തൂണ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പാറ പൊട്ടിക്കാനെത്തിച്ച ഹൈഡ്രോളിക് റിംഗ് മെഷീൻ തകരാറിലായതും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിന് കാരണമാകുന്നു. ഇത്രയുമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാതെ വയ്യ. ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ള എല്ലാ പാലങ്ങളെയും ചുറ്റിപ്പറ്റി കുറെ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും നിലനിൽക്കുന്നത് പോലെ തന്നെ ഇരിട്ടി പാലത്തിനും പറയാനുണ്ട് ഒരു കെട്ടുകഥ. ഇരിട്ടി പാലത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കെട്ടുകഥകൾ ബാല്യം തൊട്ട് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. ചേട്ടൻ്റെ ബാല്യത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ? എൻ്റെ ബാല്യത്തിലൊക്കെ ഇതന്നെ കേട്ടത്. നമ്മുടെ വല്യുമ്മ വല്യുപ്പൊക്കെ ഈ പാലത്തിൻ്റെ കീഴിലായിരുന്നു താമസം. ആ വീട്ടിൽ നിന്ന് വിളിച്ചു പോയതാണ്. അപ്പോൾ അവർ എന്ന് പറഞ്ഞു കേട്ടത് ഇങ്ങനെ ഓരോ രാത്രി ഇതിലെ പോകുന്ന ആൾക്കാരെ പിടിച്ചിട്ട് ഓരോ തൂണ് നിൽക്കുമ്പോൾ ഓരോ ആളെ ഇങ്ങനെ ബലി കൊടുത്തു എന്ന് കേട്ടിട്ടുണ്ട് രാത്രിക്ക്. പിന്നെ പൂജകളും മറ്റും നടത്തിയിട്ട് ബലി കൊടുത്തിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. രണ്ടാമത് പാലെടുക്കുമ്പോൾ ഈ അവസ്ഥ ഇങ്ങനെ ഇപ്പം പറയുന്നുണ്ടല്ലോ, ബലി കൊടുത്തിട്ടൊക്കെ ചെയ്യണമെന്ന്. വലിയ കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല, കേട്ടാൽ മാത്രമേ ഉള്ളൂ. പുതിയ പാലം വന്നാലും ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിച്ച ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്റ്റീൽ പാലം പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കും. ഒരു കാലഘട്ടത്തിന്റെ കഥ പറയാനുണ്ട് ഈ പാലത്തിന്. ഇരിട്ടി പാലത്തിന് സമീപത്തു നിന്നും ക്യാമറാമാൻ അലോഷ്യസിനോടൊപ്പം സുവർണ ബെന്നി, ഓപ്പൺ ന്യൂസ്.